ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങളിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയിലെ മാംഗോ ഹിൽ ബീച്ച് റിസോർട്ടിലാണ്. അപ്പൊ ഇന്നലെ ചെക്ക് ഇൻ ചെയ്തു. ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ. അപ്പൊ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് പോണ്ടിച്ചേരി ഫുൾ കറങ്ങുക എന്ന പ്ലാനാണ്. അപ്പൊ രാവിലെ ഞങ്ങൾ ബീച്ചിലോട്ട് പോവാതെ കരുതിയിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബീച്ചിൽ പോകാലോ എന്ന് എഴുതിയിട്ട് ഞങ്ങൾ രാവിലെ എണീറ്റു. രാവിലെ 6:30 ശേഷം കേട്ടോ ബീച്ച് ആക്സസ് ഉള്ളത്. അപ്പം എങ്ങും പോയില്ലെങ്കിൽ തന്നെ ആ റിസോർട്ടിൽ ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് നടന്ന് കാണുമായിരുന്നു. പിന്നെ ഇവിടെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ റിസോർട്ടിലുള്ളവർ വന്ന് ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ ബീച്ചിലേക്ക് പോവാം. നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറിയിക്കാൻ പറ്റിയ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. ഇന്നിപ്പം ഭയങ്കര വെയിലാട്ടോ, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ തോന്നുന്നില്ല. അവിടെ എന്തോ ഫോട്ടോഷൂട്ടൊക്കെ നടപ്പുണ്ട്. ഇന്നലെ ഈവനിങ് ഉണ്ടായിരുന്നു. രാവിലെ 10 മണിക്കായിട്ടോ ചെക്കൗട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് റെഡി ആവാനായിട്ട്. അപ്പോൾ ബ്രെഡും കട്ട് ഫ്രൂട്ട്സും ജ്യൂസും ഇഡ്ഡലി, പൂരി, സ്വീറ്റ് പൊങ്കൽ, ഓട്സ്, ഉപ്പുമാവ്, മുട്ട, സോസേജ്, അങ്ങനെ ഒത്തിരി ഐറ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിച്ച സ്വീറ്റ് പൊങ്കലും ഉപ്പുമാവും ആയിരുന്നു. ഈ ഉപ്പുമാവ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നട്ട്സും കൊറിയൻഡർ ലീവ്സും ഒക്കെ ഇട്ടിട്ട് നല്ലതായിരുന്നു. ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി പോറോവില്ല് കാണാൻ വേണ്ടി പോവാം. കട്ട വെയിലാട്ടോ പുറത്ത്. ആദ്യക്കുട്ട ഇവിടെ നല്ല ഉറക്കമായി. പോണ്ടിച്ചേരിയിൽ നിൽക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ സ്വപ്നക്കൂട് സിനിമയാട്ടോ. അപ്പൊ ആ ഫിലിമിൽ കൂടുതലും പോണ്ടിച്ചേരിയാണല്ലോ കാണിക്കുന്നത്.
നമ്മളെല്ലാം മത്സ്യമന്ദിർ കാണാനാട്ടോ പോകുന്നത്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒത്തിരി റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നു, കൂടുതലും ബീച്ച് റിസോർട്ടൊക്കെ തന്നെയാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഒരു ഹിപ്പി വില്ലേജ് വൈബൊക്കെയാ, ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ പോകുന്നതാണ്. ഓറോവിൽ പോണ്ടിച്ചേരിക്ക് അടുത്തുള്ള ഒരു ഇന്റർനാഷണൽ ടൗൺഷിപ്പ് ആണ്. അപ്പൊ നോർമൽ ടൂറിസ്റ്റ് സ്പോട്ട് അല്ല. അപ്പൊ 1968 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നു. അപ്പൊ ഇവിടുത്തെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് പീസ്, യൂണിറ്റി, സിമ്പിൾ ലിവിംഗ് ഒക്കെയാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാ പറഞ്ഞ. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ വലിയ വെയിലില്ലല്ലേ. മത്സ്യമന്ദിറിന്റെ വിസിറ്റർ ഏരിയ സൈഡില് ഹിസ്റ്ററിയും കോൺസെപ്റ്റും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അതൊക്കെ കയറി കാണുമായിരുന്നു. ഈ മത്സ്യമന്ദിർ എന്ന് പറയുന്നത് ഓറോവിലുള്ള ഒരു ഫേമസ് മെഡിറ്റേഷൻ സ്പേസ് ആണ്. അപ്പൊ ഇതൊരു ടെമ്പിൾ ഒന്നുമല്ല, റിലീജിയനുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇന്നർ പീസും ഹ്യൂമാനിറ്റിയും ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഗോൾഡ് കളറിലുള്ള ഒരു ജയന്റ് സ്പിയർ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകൾ മാത്രമല്ല, വേൾഡിന്റെ പല ഭാഗത്തു നിന്നും ഇത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. 1968 ഓറോവിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മത്സ്യമന്ദിർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ടെമ്പിൾ ഓഫ് ദി മദർ എന്നാണ്. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഗോൾഡൻ സ്പിയർ. അപ്പോൾ അതിന്റെ ഒരു മിനി സ്ട്രക്ചറാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ സീനിയർ സിറ്റിസണും പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കും പിന്നെ കുഞ്ഞുമായിട്ടുള്ളവർക്കും പിന്നെ ഡിസേബിൾഡ് പേഴ്സണും വണ്ടി ഉണ്ടാവുമെന്നാ പറഞ്ഞത്. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്, ഒരു അരമണിക്കൂറോളം നടത്തം. അപ്പോൾ ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ല ഭംഗിയുണ്ട് ഇവിടെ, ഫുൾ ബൊഗെയിനിലേക്ക്. ഇതാട്ടോ മത്സ്യമന്ദിർ വ്യൂ പോയിന്റ്. അപ്പോൾ ഇതിന്റെ അകത്ത് കയറാൻ പറ്റും, പക്ഷേ ഡയറക്റ്റ് ആക്സസ് ഇല്ല. യൂഷ്വലി അഡ്വാൻസ് ബുക്കിങ്ങും പാസും വേണം മെഡിറ്റേഷൻ സെഷന് വേണ്ടിയിട്ട്. അപ്പോൾ സെയിം ഡേ വിസിറ്റേഴ്സിന് മോസ്റ്റ്ലി വ്യൂ പോയിന്റ് വരെ മാത്രമേ ആക്സസ് ഉള്ളൂ. ചൂട് കാരണം കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഒത്തിരി നേരം അവിടെ നിന്നില്ല കേട്ടോ. ഓറോവിൽ നിന്ന് തന്നെ ലഞ്ചും കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വൈറ്റ് ടൗൺ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്.
ഞങ്ങളിവിടെ വൈറ്റ് ടൗണിലാ കേട്ടോ വന്നേക്കുന്നേ. അപ്പൊ ഇവിടെ ഫ്രഞ്ച് കോളനികളാ കൂടുതലുള്ള. അപ്പം ഇവിടുത്തെ ബിൽഡിങ്സ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പൊ ഞാനിത് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. പോണ്ടിച്ചേരിയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ ഈ വൈറ്റ് ടൗൺ. ഇപ്പോ ഫ്രഞ്ച് കോളനി ആയിരുന്നതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവിടെ ഫുൾ യൂറോപ്യൻ വൈബ് ഫീൽ ചെയ്യും. യെല്ലോ ബിൽഡിങ്സ്, ക്യൂട്ട് കഫേസ്, ക്ലീൻ സ്ട്രീറ്റ്സ്, കളർഫുൾ ഡോർസ് ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പോണ്ടിച്ചേരി ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഫ്രഞ്ച് കോൺസുലേറ്റ് ബിൽഡിംഗ് ആട്ടോ ഇത്. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, നിലവിളക്കായിട്ടോ വരച്ചു വെച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ അത് കാണാനായിട്ട്. ഇത് മാത്രമല്ല, അവിടെയുള്ള ബിൽഡിങ്സ് എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് ഒരു ബൊഗെയിൻവില്ല. എന്ത് രസം അത് കാണാനായിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. വൈറ്റ് ടൗൺ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ തിരിച്ച് ചെന്നൈയിലേക്ക് പോവാം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പോണ്ടിച്ചേരി വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.